മുഖമൊക്കെ ഒരു ഇരുണ്ട കളറായില്ലേ. ഇത് പാക്ക് ഇട്ട് ഇനി കഴുകി കളയുമ്പം അത് സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത്. നമ്മുടെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൂപ്പർ ഒരു ഫേസ് പാക്കാണ്. മുഖത്തിലെ കറുത്ത പാടുകളൊക്കെ മാറി മുഖം നന്നായിട്ട് തിളങ്ങാൻ പറ്റും നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പറാണ്. നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഈ ഒരു പാക്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് കേട്ടോ. അതാ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അല്ല കേട്ടോ പാക്കിനായിട്ട് എടുക്കുന്നത്, നമുക്കിത് കരിച്ചെടുക്കണേ. അതുകൊണ്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കുറച്ചായിട്ട് വെച്ചേക്കണതേ. പതുക്കി ഒന്ന് കരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി വെച്ചുള്ള പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നത് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാക്കും നല്ല സൂപ്പറാണ്. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുവേ. മുഖത്തിലെ കുഞ്ഞു കുഞ്ഞു പാടുകൾ, കുരുക്കൾ, മുഖം നല്ല തിളങ്ങാനൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ, നമുക്ക് പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് ഒന്നും മേടിക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ. നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്മുടെ പാചകത്തിനായിട്ടൊക്കെ നമ്മൾ എടുക്കാറുള്ളതാണ്. പക്ഷേ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ നല്ലത് നോക്കി എടുക്കുക. കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ട് നമുക്ക് മില്ലിൽ നല്ല പൊടി കിട്ടും കേട്ടോ. നമുക്കത് നോക്കി മേടിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കി പൊടിപ്പിച്ച് എടുത്ത് വെച്ചാലും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ ചൂടാക്കി എടുക്കുവാണേ. അപ്പോൾ ഈ മഞ്ഞൾ ചൂടാക്കുമ്പം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മഞ്ഞൾപ്പൊടി ചൂടാക്കുമ്പോൾ നമുക്ക് രഹസ്യമായിട്ടുള്ളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട് മൊത്തം ഒരു മഞ്ഞൾ മണമായിരിക്കും. അപ്പം തന്നെ അറിയാം ഇന്നത്തെ പാക്ക് മഞ്ഞൾ വെച്ചുള്ള പാക്കാണെന്ന്. അതുകൊണ്ട് അച്ഛനെയൊക്കെ ഞാനിതാ മുറ്റത്ത് കൊണ്ടിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛന് ശ്വാസമുട്ടിൽ അങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളത് കൊണ്ട് ഈ പുക എങ്ങനെ ഇരിക്കും, അച്ഛനെങ്ങനെ പിടിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ടിപ്സ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അച്ഛനൊന്ന് മുറ്റത്ത് പോയിരുന്നോളൂ. അച്ഛനെ കസേരയൊക്കെ വെച്ച് കൊടുത്തു. അച്ഛൻ അവിടെ ആകാശം ഭൂമിയൊക്കെ നോക്കി അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാക്കി എടുത്ത് വെച്ചിട്ട് വേണം അച്ഛനെ ഇങ്ങോട്ടൊന്ന് വിളിക്കാനായിട്ട്. അപ്പോൾ ഇത് കരിച്ചെടുക്കാൻ ഇത്തിരി പാടെടുക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് സാവകാശം തീ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്ത് നമുക്കിത് കരിച്ചെടുക്കാം. ഇതുപോലെ ബ്രൗൺ കളറൊന്നും ആവരുത്, ഇതിനേക്കാളും നല്ല കളർ വേണം കേട്ടോ. അതായത് ഈ കാപ്പിപ്പൊടിയുടെ ഒരു കളറില്ലേ, അതുപോലെ തന്നെ കിട്ടുവേ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി അങ്ങ് എടുക്കുക. കേട്ടോ, കളർ വ്യത്യാസം വരുന്നുണ്ടോ? കളർ മാറി വരുന്നുണ്ടോ? ഈ ഒരു ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് തീ കൂട്ടി വെച്ചാലേ ചിലയിടത്ത് കരിഞ്ഞും പോകും, ഇപ്പോഴത്തെ ഭാഗത്ത് ശരിക്കും കളറും കിട്ടില്ല. അപ്പോൾ ഈ ഒരേപോലെ ചൂടിനെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതിയേ. ഉണ്ണി മച്ച ഉണ്ടാക്കല്ലേ. ഉണ്ണീസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാനിത് വേഗം ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാവേ. കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കളർ മാറി വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി അങ്ങ് കൊടുത്താൽ മതി. ഒരു കരിഞ്ഞൊരു മണം പോലെ, ചെറിയ മണം പോലെയൊക്കെ വരുവേ. അപ്പം ഈ സൈഡിലൊക്കെയുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ താട്ടം ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കല്ലേ, ഈ മഞ്ഞൾപ്പൊടി കറക്കാൻ തന്നെ കരിച്ചെടുക്കാൻ എന്താ ആർക്കും അറിയത്തില്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇടയിൽ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറയും, അയ്യോ നിങ്ങൾക്ക് ശരിക്കും കാണിക്കായിരുന്നു അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാട്ടോ ഞാനിത് വിശദീകരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നതേ. അപ്പോൾ ഇനി ഇച്ചിരി കൂടി ഒന്ന് കറക്കാനുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് കറക്കാനുണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, കരിക്കാനുണ്ട്. കരിഞ്ഞ് കിട്ടണം നമുക്ക് മഞ്ഞൾപ്പൊടി. ഇച്ചിരി കൂടി ആവാനുണ്ട്. അപ്പം അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതായത് ഒരു കാപ്പിപ്പൊടിയുടെ അതേ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി വേറൊരു സാധനം കൂടി ഉണ്ട് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട്. അതിനി ചൂടാക്കൊന്നും വേണ്ട, ഇതിനും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് തേച്ചാൽ മതിയേ.
അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്യാനും വേറെ സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. ഒന്നും പുറത്തുനിന്ന് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, മുഖത്ത് നല്ല മാറ്റം പറ്റാം. മുഖക്കാന്തി ലഭിക്കാനും മുഖത്തിലെ പാടുകളും കലകളും ഒക്കെ മാറി മുഖം അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റിയ ഒരു പാക്ക് തന്നെയാണിത്. എല്ലാവർക്കും ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ്. നമുക്കിത് വേണമെങ്കിൽ നമുക്കിത് സ്ക്രബ് പോലെ ഉപയോഗിക്കാം കേട്ടോ. അതായത് നമ്മൾ പഞ്ചസാര വെച്ചും ഉപ്പ് പൊടി വെച്ചൊക്കെ നമുക്ക് സ്ക്രബൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഇല്ലേ, ഈ മഞ്ഞൾപ്പൊടി ഇത് വെച്ച് നമുക്ക് സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ വേഗം ഒന്ന് പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കട്ടെ. അങ്ങനെ ഞാനിതാ മഞ്ഞൾപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കരിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണ്. അത് ഞാൻ ഈ സ്പൂണിലാണല്ലോ മഞ്ഞൾപ്പൊടി എടുത്തത്. അപ്പോൾ അതിൻ്റെ അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ ചേർക്കാൻ പോണത് തൈരാണ്. ഇതാ തൈര്. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റിൽ ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. എപ്പോൾ താഴോട്ട് വീണമെന്ന് അറിയത്തില്ല, അത് ഞാൻ ഇടയ്ക്കൊന്ന് താഴോട്ട് നോക്കിയതേ. അപ്പോൾ ഇതാ 3 സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കരിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ഗോതമ്പ് പൊടി, പിന്നെ നല്ല തൈര്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഏറ്റവും നല്ലത്. ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമ്മുടെ മുഖമൊക്കെ നല്ല നിറമൊക്കെ വയ്ക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് തക്കാളിയുടെ നീരെടുക്കാം, നല്ല സൂപ്പറാണ്. ടാനൊക്കെ അടിപൊളിയായിട്ട് പോകും. പിന്നെ പാലെടുക്കാം, തിളപ്പിക്കാത്ത പാലെടുക്കണം കേട്ടോ, അതും അടിപൊളിയാണ്. റോസ് വാട്ടർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ നോക്കുവാണേ. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയില്ലേ, ഇതിലോട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരേ അളവ് തന്നെയാണ് വേണ്ടത്. അതായത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് ഗോതമ്പ് പൊടി കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇച്ചിരി കൂടി ഒന്ന് ആവശ്യമുണ്ട്. നോക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കല്ലേ, അന്നേരം പിന്നെ പാക്ക് വെള്ളം പോലെ ആകും. നമുക്കൊരു ഫേസ് പാക്കിൻ്റെ അതേ രീതി തന്നെ കിട്ടണം. കണ്ടോ, ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തൈരും എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ. നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചില പാക്കുകളൊന്നും സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്താൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണത്. ഇത് കുഴപ്പമില്ല, ഇത് നമുക്കതാ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഈ പാക്ക് ഇടുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനെന്തായാലും ആവിയൊന്നും പിടിക്കാൻ പോകുന്നില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഇടാൻ നോക്കുവാണേ. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ കിട്ടണം, കണ്ടോ? അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖത്ത് ഇട്ടുകൊടുക്കാവേ. അപ്പോൾ അതെങ്ങനെ തന്നെ ഇരിക്കട്ടെ. 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞേ ഇനി നമുക്ക് നമ്മുടെ പാക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേണം പാക്ക് ഇട്ട് കൊടുക്കാണ്ട് എന്നും പറയുന്നതാണ്. പക്ഷെ എന്നാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ഇതൊക്കെ കേട്ടോട്ടെ. നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി തന്നെ വെച്ചുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് നല്ല സൂപ്പറാണ് കേട്ടോ. മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്ന ഒരു പാക്കായിരുന്നത്. ഇതും തിളങ്ങും കേട്ടോ. ഇത് നമ്മൾ ഇട്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴുകി നോക്കൂ. അന്നേരമാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളേ. ഞാനിങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഒരു സൈഡ് എഫക്റ്റ്, ഒരു അലർജി ഒന്നും തന്നെ, ഒരു കെമിക്കൽ ഒന്നും ഇല്ലാത്ത സാധനമാണിത്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്?
പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കടയിൽ ഉള്ള മഞ്ഞൾപ്പൊടി നല്ലതാണെങ്കിൽ മാത്രം എടുത്താൽ. ഇപ്പോൾ ചില മഞ്ഞൾപ്പൊടി എങ്ങനെയാണെന്നറിയാം, മൊത്തം കളറ് മാത്രമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും മില്ലിൽ മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഈ അത്യാവശ്യം നല്ല കാറ്റും വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് വെയിലൊക്കെ തെളിഞ്ഞ് വന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവമേ ഒന്ന് വെയിൽ തെളിയണേ, ഞാൻ ബെഡ്ഷീറ്റും കർട്ടനും പിന്നെ നമ്മൾ സെറ്റിയിലിടുന്ന കവർ എല്ലാം കഴുകിയിട്ടേക്കുവാണ് കേട്ടോ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ചതിക്കല്ലേ ഈശ്വര, നല്ല പൊള്ളുന്ന വെയിൽ വരെ, ഞാൻ എത്ര വെയിൽ സഹിച്ചോളാം, വെയിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രാവിലെ തൊട്ട് പ്രാർത്ഥനയായിരുന്നു. കാരണം അതുപോലെ മൂടിക്കെട്ടി ഒരു എന്താ പറയുക, ഭയങ്കര വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ വെയിൽ നമുക്ക് അധികമായാലും നമുക്ക് പ്രശ്നമാണ്. പക്ഷേ ഇതുപോലെ നമുക്ക് ആദ്യമായിട്ടോ ഈ ഡിസംബർ മാസത്തിൽ ഇങ്ങനെ ഒരു മഴക്കാലമൊക്കെ ഇങ്ങനെ കാണുന്നത്. എൻ്റെ ഇപ്പം നല്ല അടിപൊളി വെയിൽ തെളിയുന്നുണ്ടേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഈ തുണിയൊക്കെ ഇങ്ങനെ ഉണങ്ങാതെയൊക്കെ ഇങ്ങനെ അഴയിൽ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം. കണ്ടോ, ഈ അഴയിലൊക്കെ തുണിയുണ്ടേ. ഇനി ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം അത് ഉണക്കിയെടുക്കാൻ. അപ്പോൾ എപ്പോഴിങ്ങനെ പണിയോട് പണി തന്നെയാണ്. ഈ തുണി ഉണക്കിയെടുക്കാനോ ഏറ്റവും വലിയ പണി. ഇത് ഇനിയും വേറെ സെക്ഷനിൽ കഴുകാനൊക്കെ ഉണ്ട്. ഒരു തേനീച്ച വല്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു. അപ്പോൾ ഞാനിതാ മുഖത്തൊക്കെ നല്ലവണ്ണം തേച്ചു, കഴുത്തി തേച്ചു. കഴുത്തിൻ്റെ പുറകുവശം തേച്ചിട്ടില്ല കേട്ടോ, കാരണം ഞാൻ മറന്നുപോയി കേട്ടോ മുടി കെട്ടി വെക്കാനായിട്ട്. പോട്ടെ. അപ്പോൾ നിങ്ങൾ കഴുത്തിൻ്റെ പുറകുവശം മറക്കരുത് കേട്ടോ, എന്തായാലും തേച്ച് കൊടുക്കണേ. അപ്പം നമ്മുടെ പാക്ക് തീർന്നു കേട്ടോ. കഴുത്തിലും മുഖത്തിലും തേക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളേ. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. ഒത്തിരി അങ്ങ് എടുത്ത് വേസ്റ്റാക്കി ഒന്നും കളയണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആവുമ്പം നമുക്കിത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പം നല്ല സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഈ പാക്ക് ഇട്ടപ്പോൾ തന്നെ നോക്കി, നമ്മുടെ മുഖമൊക്കെ ഒരു ഇരുണ്ട കളറായില്ലേ. ഇത് പാക്ക് ഇട്ട് ഇനി കഴുകിക്കളയുമ്പം നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. നല്ലോണം അങ്ങ് തേച്ചിട്ടുണ്ടേ. ഈ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ പാക്ക് 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി അങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഈ സൈഡൊക്കെ ഉണങ്ങാനുണ്ട്, പക്ഷേ നെറ്റിയുടെ ഈ സൈഡൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. 20 മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടോ വന്നേക്കുന്നത്. നമുക്കിങ്ങനെ ഒരു മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകി അങ്ങ് എടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ കണ്ടില്ല, മുഖത്തൊരു നല്ല ക്ലിയർ ഉണ്ട്. ഒരു മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ടാണ് മാറ്റണം. അതായത് മൂക്കിൻ്റെ ഈ സൈഡില്ലേ, ഇവിടേക്ക് ഇങ്ങനെ മസാജ് ചെയ്യണേ. നെറ്റിയുടെ സൈഡിലൊക്കെ മസാജ് ചെയ്യും. നമ്മൾ പാക്ക് ഇടുമ്പോൾ നമ്മൾ ആദ്യം മസാജ് പോലെ അങ്ങ് ചെയ്ത് പാക്ക് തേക്കുക. അത് കഴിഞ്ഞിട്ട് കഴുകി കളയുന്ന നേരത്തും അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തൊക്കെ ഒരു ചെറിയൊരു രീതിയിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. ഓക്കെ, കഴുകുമ്പോൾ തന്നെ ഒക്കെ വ്യത്യാസം കണ്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ശരിക്കൊന്നും കഴുകിയിട്ടില്ല, എന്നാൽ നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, മുഖം അങ്ങ് തുടച്ച് മാറ്റുമ്പോൾ തന്നെ നല്ലൊരു
നല്ല നിറമൊക്കെ വെച്ച പോലെ ഒരു തോന്നുന്നുണ്ട് അല്ലേ? തോന്നലല്ല, നിറം വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ്, കണ്ടോ? അപ്പോൾ ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം. കഴുത്തിൻ്റെ ഭാഗമൊക്കെ കഴുകാണ്ട് കേട്ടോ. കഴുകിയിട്ട് വേഗം തന്നെ വരാവേ. ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുവേ. നമുക്കിതിൻ്റെ മുഖത്തിന് വ്യത്യാസം കണ്ടില്ലേ? നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഒരു ഫേസ് പാക്ക് തന്നെ. നമുക്ക് വേണമെങ്കിൽ ഗോതമ്പപ്പൊടി വേണ്ട, മഞ്ഞൾ തന്നെയാണെങ്കിലും അടിപൊളി തന്നെയാണ്. നമുക്കിത് സ്ക്രബ് പോലെ അങ്ങ് ഉപയോഗിക്കാം. പാക്കായിട്ടൊക്കെ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഇങ്ങനെ കരിച്ചതില്ലേ, അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മുഖത്തിലെ പാടുകൾ, കുരുക്കൾ, കലകൾ എല്ലാം നല്ല വണ്ണങ്ങ് മാറുമൊക്കെ ചെയ്യും കേട്ടോ. ഒരു കെമിക്കലോ എന്താ പറയുക, ഒരു സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. നാച്ചുറലായിട്ടുള്ള സാധനം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഉപയോഗിക്കുമ്പോഴായിട്ട് നമുക്ക് കൂടെ നല്ല റിസൾട്ട് കിട്ടുമല്ലേ. എന്നാലും അടിപൊളിയാട്ടോ. ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് മനസ്സിലാവട്ടെ. മുഖമൊക്കെ ഇങ്ങനെ തിളങ്ങിയിരിക്കും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേ. കണ്ടില്ലേ? അപ്പോൾ ഇത് സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിച്ച് നമ്മൾ മുഖം കഴുകരുത്. സാധാരണ വെള്ളത്തിലങ്ങ് ഉപയോഗിച്ച് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഇന്ന് ഞാൻ എടുത്ത തൈര് ഒത്തിരി അങ്ങ് ഒരു എണ്ണമെഴുപ്പൊന്നുമില്ല കേട്ടോ. സാധാരണ ചെറിയ എണ്ണമെഴുപ്പൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ ഇന്ന് എടുത്ത തൈരിന് അങ്ങനെ എണ്ണമെഴുപ്പൊന്നുമില്ല. നിങ്ങൾക്ക് തൈര് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിക്കാതെ പാലോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. തക്കാളിയുടെ നീരില്ലേ, അതൊക്കെ അടിപൊളിയാട്ടോ. നിറമൊക്കെ വയ്ക്കാൻ സൂപ്പറാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാവേ. ടാറ്റാ.